കൽപ്പറ്റയിൽ 16 വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് നാഫിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത 3 വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി. 2-3 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത നൊമ്പരവും പ്രയാസവും സങ്കടവുമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ ചെറിയ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ആ ചിത്രങ്ങൾ നമ്മൾ കണ്ട സമയം നമ്മുടെ മനസ്സിനെ അടക്കിയും ഒതുക്കിയും നിർത്താൻ കഴിയുന്നില്ല. മുഹമ്മദ് നാഫി എന്ന ആ വേടിൻ്റെ അർത്ഥം പോലും പ്രയോജനമുള്ളവൻ, തൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ പ്രയോജനമുള്ളവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം പോലും. ആ പദം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പം പോലും നമ്മുടെ മനസ്സിനത് വല്ലാത്ത സങ്കടമുണ്ടാക്കുന്നുണ്ട്. എന്തേ നമ്മുടെ കുട്ടികളിങ്ങനെ പിഴച്ചു പോകാനുണ്ടായ കാരണം? ഈ ക്രൂര മനോഭാവത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ മക്കൾ രൂപപ്പെടാൻ എന്താണ് അതിൻ്റെ കാരണം? ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ഒരു മനുഷ്യന് പോലും ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാൻ സാധിക്കാത്ത ഈ ക്രൂരമർദ്ദനങ്ങൾക്ക് ഈ കുട്ടികളെ രൂപപ്പെടുത്തിയതിൻ്റെ അവസ്ഥ എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ ഉറവിടം എന്ന് പറയുന്നത് അവരുടെ വീടകമാണ്. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ ഓർമ്മപ്പെടുത്തിയത് കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതത്തിലാണ് അള്ളാഹു ഓരോ സന്താനത്തെയും ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അവൻ്റെ മാതാപിതാക്കളിലൂടെയാണ്, അവൻ്റെ ചുറ്റുപാടുകളിലൂടെയാണ് ആ കുട്ടി ക്രൂരനാകുന്നതും സമൂഹത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കുമെല്ലാം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനായി തീരുന്നതുമൊക്കെ ഗ്രഹാന്തരീക്ഷങ്ങളിലൂടെയാണ്. തൻ്റെ വീട്ടിലെ ഗ്രഹാന്തരീക്ഷം ഉപ്പ ഉമ്മയെ ആദരിക്കുന്ന, ഉമ്മ ഉപ്പയെ ആദരിക്കുന്ന, സമൂഹത്തെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പറഞ്ഞ് അധിക്ഷേപിക്കാത്ത ഒരു മാതൃകാപിതാവാണെങ്കിൽ അവിടെ വളരുന്ന കുട്ടികൾ, അവിടെ വളരുന്ന മക്കൾ. ഞാൻ ഈ അടുത്തിടയിൽ ഒരു യാത്രയുടെ ഒരു വ്ളോഗറുടെ കാണാറുണ്ട്. ആ വ്ളോഗർ ഒരു ചെറുപ്പക്കാരനായ ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സ്ത്രീകളെയും പ്രായമുള്ളവരെയും ഒക്കെ ആദരിക്കുന്ന ആ വീഡിയോയിൽ, ആ യാത്രാ വ്ളോഗിൽ താഴെ വരുന്ന ഒരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കമൻ്റ് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. ആ കമൻ്റിൽ പറയുന്നത്, നിന്നെ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുത്ത നിൻ്റെ അച്ഛനെയും അമ്മയെയും, അല്ലെങ്കിൽ നിൻ്റെ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞാനൊരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് 65 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്ത ഹിറ്റ്ലറെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹിറ്റ്ലർ ഇങ്ങനെ ക്രൂരനായി ജനിച്ചു വീണ വ്യക്തിയാണോ? ഒരിക്കലുമല്ല. ആ ഹിറ്റ്ലറെ ഈ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഓരോ പ്രഭാതത്തിലും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തൻ്റെ അമ്മയുടെ സങ്കടവും നിലവിളിയും കേട്ടുകൊണ്ടാണ് ആ കുഞ്ഞ് എഴുന്നേൽക്കുന്നത്. തൻ്റെ അച്ഛൻ അഡോൾഫ് ഹിറ്റ്ലർ വലിക്കുന്ന സിഗരറ്റ് കൊള്ളി അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് പതിയാത്ത സ്ഥലങ്ങളില്ല. ഹിറ്റ്ലറെയും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ആ ഹിറ്റ്ലർ ക്രൂരനായ ഒരു ഭരണാധികാരിയായി ചരിത്രത്തിൽ എഴുതപ്പെടുമ്പോൾ അദ്ദേഹം അധികാരമേറ്റ ഉടനെ തൻ്റെ പിതാവിൻ്റെ ശവക്കല്ലറ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരപ്പാക്കി ആ മനുഷ്യനെ ഗ്യാസ് ചാമ്പറിൽ, അഥവാ 65 ലക്ഷത്തോളം മനുഷ്യരെ ക്രൂരനായി കൊല ചെയ്യപ്പെടാൻ ആ കുട്ടിയെ രൂപപ്പെടുത്തിയത് തൻ്റെ അച്ഛനാണ്. ആ ക്രൂര മനുഷ്യൻ്റെ ക്രൂര വിനോദങ്ങൾ തൻ്റെ മകനിലേക്കത് പകർന്നു വന്നു എന്നുള്ളതാണ്.
അപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. രാവിലെ എണീറ്റിട്ട് ടോയ്ലറ്റിലേക്ക് മകൻ കയറിയപ്പോൾ മോൻ പറയുന്നു, ഉപ്പയല്ലേ ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് കയറിയത്, അവിടെ സിഗരറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ആ മകൻ നമ്മെ തിരുത്തേണ്ടി വരരുത്. മകൻ്റെ കയ്യിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കവർ പാലും ഒരു പാക്കറ്റ് സിസറും നീ വാങ്ങിക്കൊണ്ട് വാ എന്ന് ആ മകനോട് പറയുന്ന പിതാവിന് എങ്ങനെയാണ് മോനെ നീ MDMAയും ഇതുമൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇത്തരം കുട്ടികൾ രൂപപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ ഗ്രഹാന്തരീക്ഷങ്ങളാണ്. മാതാപിതാക്കൾ മാത്രമല്ല, അവരെ ചുറ്റുപാടാണ്. അവരുടെ ചുറ്റുപാടുകളിലൂടെയും അവർ ഇത്തരണത്തിലേക്ക് മാറ്റപ്പെടാം. ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനം നമ്മുടെ മക്കളാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു സഹനശീലനായ മകനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല സഹനശീലനായ ഒരു കുട്ടിയെയാണ്, ഇസ്മായിലിനെയാണ് അള്ളാഹു നൽകിയത്. നമ്മുടെ മക്കളെ സഹനശീലരായ, സമൂഹത്തെ, മനുഷ്യരെ ഉപദ്രവിക്കാത്ത മനിൽ മുസ്ലിം. ആരാണ് യഥാർത്ഥ മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എൻ്റെ കൈ കൊണ്ടും എൻ്റെ നാവ് കൊണ്ടും ഞാൻ ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുകയും അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന, സൽപാന്താവിലൂടെ അള്ളാഹു ജീവിതം നയിക്കുന്ന നല്ല മക്കളും നല്ല സമൂഹവും അള്ളാഹു നമുക്കൊക്കെയും നൽകി നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ മക്കളെ അള്ളാഹു സൽസരണിയിലും നന്മയിലുമായി വളർത്തുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാർ.